സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു നിഅ്മത്താണ്, വലിയൊരു അനുഗ്രഹമാണ് തൗഹീദിലേക്ക്, ദീനുൽ ഇസ്ലാമിലേക്ക്, അതിലേക്കുള്ള മാർഗം റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തന്നു എന്നൊരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ. അല്ലാഹുവിൻ്റെ ഫദ്ലോ അവൻ്റെ റഹ്മത്തോ കാരുണ്യമോ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആരും തന്നെ സന്മാർഗത്തിലാകുമായിരുന്നില്ല. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹം, ഏതൊരു പ്രയാസം വന്നാലും ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും നമ്മുടെ മനസ്സിൽ വരണം, എനിക്ക് ആകെ ഈ പ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ തൗഹീദിൻ്റെ ആളുകളിൽ എന്നെ പെടുത്തിയിട്ടുണ്ട്. ആ ഒരു രൂപത്തിൽ തന്നെ എനിക്ക് ജീവിച്ചു മരിക്കണം. അപ്പോൾ ഇത്രയും വലിയ നിഅ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല, അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല ശരിയായ മാർഗം നമുക്ക് കാണിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. അവിടുത്തെ സഹാബത്ത്, ആ സഹാബത്ത് ജീവിച്ച് കാണിച്ച മാർഗം, അവരെ പിൻപറ്റുന്നതാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അഥവാ സലഫിയ്യ. സലഫിയ്യത്ത് എന്നത് ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളോ അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു മാർഗത്തിലേക്ക് നമ്മെ എത്തിച്ചു. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ അടിമകളിൽ ഒരു വിഭാഗം ആളുകളെ പ്രത്യേകമായി കൊണ്ട് അനുഗ്രഹം നൽകുകയാണ്. ആ ആളുകളുടെ പ്രത്യേകത എന്താണ്? അവർ അള്ളാഹുവുമായി ബന്ധമുള്ള ആളുകളാണ്, അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനുമായി ബന്ധമുള്ള ആളുകളാണ്, അള്ളാഹുവിൻ്റെ മസ്ജിദുമായി ബന്ധമുള്ള ആളുകളാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു കൂട്ടം ആളുകളിലേക്ക് എത്താൻ വേണ്ടി, ആ ഒരു കൂട്ടം ആളുകളിൽ പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ആ ഒരു മാർഗം? ആ ഒരു മാർഗത്തിലേക്ക് എത്താൻ, റബ്ബിലേക്ക് ഏറ്റവും ബന്ധമുള്ള ആളുകളിലേക്ക് എത്താൻ നമ്മെ സഹായിക്കുന്ന കാര്യം, ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദുകൾ, ആ മസ്ജിദിലേക്ക് എപ്പോഴും ബന്ധമുണ്ടാകാൻ എങ്ങനെ എനിക്ക് സാധിക്കും, അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ മസ്ജിദിൻ്റെ പവിത്രതയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആദാബുകളും മര്യാദകളുമാണ് ഈ ഒരു സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കേട്ട് നല്ല രൂപത്തിൽ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുകളെ കുറിച്ച് ധാരാളമായി ഖുർആനിൽ പറഞ്ഞതായി കാണാം. അവിടെയൊക്കെ പറഞ്ഞപ്പോഴും അള്ളാഹു പറഞ്ഞത് എന്താണ്? മസാജിദുല്ലാഹ്, അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, ബുയൂത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ അള്ളാഹുവിലേക്ക് ചേർക്കണമെങ്കിൽ ചെറിയൊരു കാര്യമായിരിക്കില്ല. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ. അതുപോലെ തന്നെ ഖുർആനിലെടുത്ത് നോക്കിയാൽ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ ധാരാളം കാര്യങ്ങളെ കാണാം. ഈ കാര്യങ്ങൾ, ആ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തി പറഞ്ഞാൽ അതിൻ്റെ പവിത്രത അത് ചെറുതല്ല. നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന് കൂടെ നിങ്ങൾ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അതുപോലെ തന്നെ അള്ളാഹു മറ്റൊരു ആയത്തിൽ പറയുകയാണ്, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു. അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, എവിടെയും അള്ളാഹുവിൻ്റെ മസ്ജിദ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുകയാണ്. അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ അള്ളാഹുവിനെ ഓർക്കാൻ സഹായിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടയുന്ന ചില ആളുകൾ, അവർ മോശക്കാരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ ധാരാളം ഹദീസുകളിൽ കാണാം. ഒരു ഹദീസിൽ കാണാം, ഒരാൾ വീട്ടിൽ നിന്ന് വുദൂ ചെയ്തു, എന്നിട്ട് നടക്കുകയാണ് ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഭവനങ്ങളിലേക്ക്. അവിടെയും നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് ചേർത്തി പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, നമുക്കേവർക്കും പരിചയമുള്ള ഹദീസാണ്, ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയാണ്.
യത്ലൂന കിതാബ് അല്ലാഹ്, അവരെന്താണ് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നുണ്ട്, അറിവ് നേടുന്നുണ്ട്. ഇങ്ങനൊരു കൂട്ടം ആളുകളാണെങ്കിൽ വയതദാറസൂനഹു ബൈനഹും, പരസ്പരം അവരുടെ സംസാരം അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ ദീനാണ്, അവന്റെ കലാമായ ഖുർആനാണ്, ഹദീസാണ്, ഇതാണ് അവരുടെ സംസാരവും ആണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അള്ളാഹു അവർക്ക് സമാധാനം വർഷിപ്പിക്കുന്നതാണ്. വഗശിയത്ഹുമുർ റഹ്മ, റഹ്മത്ത് കൊണ്ട് അവരെ മൂടും. വഹഫത്ഹുമുൽ മലായിക, അവരുടെ ആ സദസ്സ് മലക്കുകൾ മൂടും. സഹോദരങ്ങളെ ചിന്തിക്കുക, മസ്ജിദുകളിൽ ദീൻ പഠിക്കാൻ വേണ്ടി, ഖുർആൻ പഠിക്കാൻ വേണ്ടി, ഹദീസ് പഠിക്കാൻ വേണ്ടി, ഫിഖ്ഹിലെ വല്ല ആശയം പഠിക്കാൻ വേണ്ടി ഒരാൾ മസ്ജിദിൽ വന്നു കഴിഞ്ഞാൽ മലക്കുകൾ അവരെ മൂടുന്നതാണ്. വദകറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹു, അത് മാത്രമല്ല, അതിനേക്കാളും വലിയൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ച്, ആ ദീൻ പഠിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള മലക്കുകളുടെ അടുക്കൽ സംസാരിക്കുന്നതാണ്. ഇതാ ഇന്നയാൾ ഇന്ന ദീൻ പഠിക്കുകയാണ്, ഇന്നയാൾ ഇത് ഇന്ന മസ്ജിദിൽ വെച്ച്, എടക്കാട് മസ്ജിദിൽ വെച്ചിട്ട് ഈ ഒരു കാര്യം പഠിക്കുകയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്ന ഒരവസ്ഥ, ഇതിനേക്കാളും വലിയൊരു നിഅമത്ത് എന്താണുള്ളത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ദുനിയാവിൽ സാമ്പത്തികമായോ അല്ലെങ്കിൽ വലിയൊരു സ്ഥാനമുള്ളൊരു മനുഷ്യൻ നമ്മെക്കുറിച്ച് അവിടുന്ന് പറയുന്നുണ്ട്. അപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് സമാധാനമാണ്. അതെ, നമ്മളെ കുറിച്ചാണ് ആ ചർച്ച, എന്താണ് പറഞ്ഞത്, കേൾക്കാൻ ആഗ്രഹിക്കും. എന്നാൽ എല്ലാ പടപ്പുകളെയും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും കുറിച്ച് പറയുന്ന ഒരു മജ്ലിസ്, അതിന്റെ പവിത്രത എത്രയാണ് എന്നൊരു കാര്യം നമ്മൾ ചിന്തിക്കുക. ഈ മസ്ജിദാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും, ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. വല്ല പ്രയാസങ്ങളോ മനസ്സിന് വല്ല പ്രയാസങ്ങളോ ഉണ്ടായാൽ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുക, ഇപ്പോൾ എനിക്ക് സമാധാനം കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ എനിക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ സ്ഥലത്തേക്ക് പോകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മസ്ജിദുകളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കോപമുള്ള, ഇഷ്ടമില്ലാത്ത സ്ഥലം അസ്വാഖുഹ, അങ്ങാടികളാണ്. അങ്ങാടികളാണ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കോപമുള്ള സ്ഥലം. എന്തുകൊണ്ടാണ്? ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ ലിഅന്നഹാ ബുയൂതുത് ത്വാആത്ത് വഅസാസുഹാ അല തഖ്വ. കാരണം എന്താണ്? മസ്ജിദുകൾ അത് അവിടെ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി അനുസരിക്കുന്നത്, അല്ലാഹുവിനെ ഓർക്കുന്നത്, അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്യുന്നത്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, എന്തുകൊണ്ടാണ് അങ്ങാടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത്രയും വെറുപ്പുള്ളത്? കാരണം ലിഅന്നഹാ മഹല്ലുൽ ഗിശ് വൽ ഖിദാ വൽ റിബാ വൽ ഐമാനിൽ കാഫിയ വ ഇഖ്ലാഫിൽ വഅദി വൽ ഇഅറാദി അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിന് തിരിഞ്ഞുകളയുന്ന വഞ്ചനയുടെയും അതുപോലെ തന്നെ പറ്റിക്കലും അതുപോലെ തന്നെ എല്ലാവിധ മോശത്തരവുമുള്ള അങ്ങാടികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, وغير ذلك فيما معناه والحب والبغض من الله تعالى إرادته أو فعله بمن أسعده وأشقاه والمساجد محل نزول الرحمة والأسواق ضدها. മസ്ജിദുകൾ അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ മസ്ജിദിൽ വന്ന് 5 വഖത്ത് ജമാഅത്തോടുകൂടി നിർവഹിച്ച നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ആ ദിവസം രാത്രി നമുക്കുണ്ടാകുന്ന സമാധാനം എത്രയാണ്? മസ്ജിദുകളിൽ വന്ന് ഒന്നാമത്തെ റക്അത്ത് മുതൽ അവസാനത്തെ റക്അത്ത് വരെ മസ്ജിദിലൂടെ വന്ന് നമ്മൾ നമസ്കരിച്ചു, അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ തിരിച്ചു പോകുന്ന അവസ്ഥ, അത് അനുഭവിച്ച ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത്രയും സമാധാനമായിരിക്കും, മനസ്സിന് അത്രയും ആശ്വാസമായിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മസ്ജിദുകളെ നിർമ്മിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, ഫീ ബുയൂതിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഭവനങ്ങളെ കുറിച്ച് പറയുകയാണ്. അവിടെ അല്ലാഹു കൽപ്പിച്ചു, എന്താണ്? അൻ തുർഫഅ, അവിടെ അല്ലാഹു സുബ്ഹാനഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ മസ്ജിദുകൾ പണിയാനും അതുപോലെ തന്നെ മസ്ജിദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാനും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, എന്താണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അസ്സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്, മസ്ജിദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഐ യതഅബ്ബദു ലില്ലാഹി ഫീ ബുയൂതിൻ, ചില ഭവനങ്ങളിൽ വെച്ച് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരവസ്ഥ. അതെന്താണ്? ഏറ്റവും നല്ലൊരു കാര്യമാണ്.
ഹിയ അഹബ്ബുൽ ബുഖാഇ ഇലൈഹി, അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഏതാണ് ആ സ്ഥലം? വഹിയൽ മസാജിദ്. ഇവിടെ ഭവനങ്ങൾ എന്ന് പറഞ്ഞു. ആ ഭവനങ്ങൾ എന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മസ്ജിദുകളാണ്. അള്ളാഹു അവിടെ കൽപ്പിക്കുകയാണ് അൻതുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു. രണ്ട് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. എന്താണെന്ന്? അതിൽ ഒന്നാമത്തേതാണ് ബിനാഉഹാ വകൻസുഹാ വതൻദീഫുഹാ മിനൻ നജാസത്തി വൽ അദാ വസൗനുഹാ മിനൽ മജാനീനി വസ്സബിയാനി അല്ലദീന ലാ യതഹറസൂന അനിൻ നജാസ. ആ മസ്ജിദ് പണിയ, ആ മസ്ജിദ് വൃത്തിയാക്കുക, അതുപോലെ തന്നെ നജസുകളിൽ നിന്നൊക്കെ ശുദ്ധിയാക്കുക, അതുപോലെ തന്നെ ചെറിയ തീരെ വകതിരിവെത്താത്ത കുട്ടികളെ അത് ആ മസ്ജിദിൽ നിന്ന് അകറ്റുക, ബുദ്ധിയില്ലാത്ത ആളുകളെ മസ്ജിദിൽ നിന്ന് അകറ്റുക. കളി തമാശയിൽ നിന്ന് മസ്ജിദുകളെ അകറ്റുക. മസ്ജിദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പണിതത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിന്റെ വിഷയത്തിൽ പറഞ്ഞത് ഇബാദത്തുകൾ ചെയ്യാനാണ്. അല്ലാതെ ഗീബത്തോ നമീമത്തോ അവിടെ കൂട്ടമായിരുന്ന് ദുനിയാവിലെ വിശേഷങ്ങൾ സംസാരിച്ച് കളയാനുള്ളതല്ല മസ്ജിദുകൾ. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മസ്ജിദുകളെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുലേക്ക് മുന്നേറാൻ വേണ്ടിയാണ് കൽപ്പിച്ചിട്ടുള്ളത്. വയുദ്കറ ഫീഹ ഇസ്മുഹു. അതുപോലെ തന്നെ മസ്ജിദുകൾ പണിതു, അവിടെ ഇബാദത്തുകൾ ചെയ്യുന്നതിന് മുമ്പായി മസ്ജിദുമായി ബന്ധപ്പെട്ട വൃത്തിയാക്കലും അതൊക്കെ ചെയ്യുന്നതിന് പുറമെ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് യദ്ഖുലു ഫീ ദാലിക സ്വലാത്തു കുല്ലുഹാ ഫർദുഹാ വനഫ്ലുഹാ വഖിറാഅത്തുൽ ഖുർആൻ. ആ മസ്ജിദുകൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ് നമസ്കാരം, ഖുർആൻ പാരായണം, തസ്ബീഹ്, തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ പോലുള്ള ധാരാളം ദിക്റുകൾ അവിടെ നിർവഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുകയാണ് യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ. രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനകളും അവിടെ നിർവഹിക്കും. അപ്പോൾ രാവിലെയും വൈകിട്ടുമുള്ള അദ്കാറുകൾ ചൊല്ലേണ്ട അതിന്റെ പ്രാധാന്യം കൂടി ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു ഖുദ്സിയായ ഹദീസ് പറയുകയുണ്ട്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഹദീസിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാം. അത് നമുക്കറിയാം, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസ് എന്താണ്? അത് ഖുർആനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഹർഫും വെച്ച് നമുക്ക് അതിന് കൂലി കിട്ടും. എന്നാൽ ഖുദ്സിയായ ഹദീസ് അത് വായിക്കുമ്പോൾ അങ്ങനെ കൂലി കിട്ടുകയില്ല. ഖുദ്സിയായ ഹദീസ് കൊണ്ട് ഒരാൾക്ക് നമസ്കരിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഖുർആൻ എന്ത് ചെയ്യും? നമ്മളത് കൊണ്ട് നമസ്കരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുകയാണ്, അല്ലാഹു പറയുകയാണ് എന്താണ്? ഇന്നല്ലാഹ ലയുനാദി യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ വിളിക്കും, ഐന ജീറാനി ഐന ജീറാനി, എൻ്റെ അയൽപ്പക്കക്കാരെവിടെ, എൻ്റെ അയൽവാസികൾ എവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും. അപ്പോൾ മലക്കുകൾ ചോദിക്കും, ഫതഖൂലുൽ മലായികതു റബ്ബന വമൻ യംബഗി അൻ യുജാവിറ. അല്ലാഹുവേ, അല്ലാഹുവിൻ്റെ അയൽവാസിയോ, ആർക്കാണ് അള്ളാഹുവിന്റെ അയൽവാസിയാകാൻ സാധിക്കുക എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി ഇങ്ങനെയാണ്, ഐന ഉമ്മാറുൽ മസാജിദ്. മസ്ജിദിന്റെ ആളുകളുടെ, മസ്ജിദുമായി എപ്പോഴും ബന്ധമുള്ള ആളുകൾ എവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ സ്വന്തക്കാർ, അള്ളാഹുവിന്റെ അയൽപക്കക്കാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച ആളുകളാണ് മസ്ജിദിന്റെ ആളുകൾ. എപ്പോഴും മസ്ജിദുമായി ബന്ധം, എപ്പോഴും മസ്ജിദിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തിലേക്ക് മസ്ജിദിലേക്ക് എത്തണം എന്നൊരു ബോധമുള്ള, എന്നൊരു ചിന്തയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അയൽപക്കക്കാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മാ കാന ലിൽ മുശ്രികീന അൻ യഅ്മുറു മസാജിദല്ലാഹി ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫ്ർ. കുഫ്റിലായി കൊണ്ടിരിക്കെ ഒരാൾക്ക് മസ്ജിദ് പരിപാലനം ചെയ്യാൻ സാധിക്കുന്നതല്ല. ഉലൈക ഹബിതത് അഅമാലുഹും വഫിന്നാരി ഹും ഖാലിദൂൻ. അല്ലാഹുവിന്റെ മസ്ജിദ് പരിപാലിക്കേണ്ട ആളുകൾ ആരാണ്? അല്ലാഹു പറയുകയാണ്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹ്. അല്ലാഹുവിന്റെ മസ്ജിദ് പരിപാലിക്കേണ്ടത് ഈമാനുള്ള ആളുകളാണ്. വൽ യൗമിൽ ആഖിർ, അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ച്. വഅഖാമസ്സലാ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. വആത സകാ, സകാത്ത് നിർവഹിക്കുക. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ. ഫഅസ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. ഈ കൂട്ടം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കിയ കൂട്ടം ആളുകളാകുന്നു. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കുക, എത്ര വലിയ ഫضലാണ്. മസ്ജിദ് പരിപാലിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഫضൽ. അല്ലാഹു പറയുകയാണ്,
സന്മാർഗം പ്രാപിച്ചൊരു കൂട്ടം ആളുകൾ. ആരാണ് ആ ആളുകൾ? ആ ആളുകൾ പറയുകയാണ്, അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളുകൾ, ഈമാനുള്ള ആളുകൾ, പരലോകത്തിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്ന ആളുകൾ, അവരാകുന്ന സന്മാർഗത്തിന്റെ ആളുകൾ, അള്ളാഹുവിന്റെ അയൽപക്കക്കാർ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇമാറത്തുൽ മസാജിദ് തകൂനു ബിമഅനയൈൻ, പള്ളി പരിപാലിക്കുക എന്നത് രണ്ട് ഉദ്ദേശമാണ് അതുകൊണ്ടുള്ളത്. അഹദുഹുമാ, അതിൽ ഒന്നാമത്തേത് ഇമാറത്തുഹൽ ഹിസ്സിയ ബിബിനാഇഹാ വഇസ്ലാഹിഹാ വതർമീമിഹാ, അള്ളാഹുവിന്റെ സ്വന്തക്കാരാകാൻ സാധിക്കുന്ന ആരാണ്? അവർ രണ്ട് വിഭാഗം ആളുകളാണ് മസ്ജിദുമായി ബന്ധപ്പെട്ട. അതിൽ ഒന്നാമത്തെ വിഭാഗം ആളുകൾ മസ്ജിദ് പണിയുകയും അതുപോലെ തന്നെ മസ്ജിദ് വൃത്തിയാക്കുകയും മസ്ജിദിന്റെ വിഷയം നല്ല രൂപത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. വമാ അസ്ബഹ ദാലിക്, അതുപോലുള്ള കാര്യങ്ങൾ. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? ഇമാറത്തുൽ മഅനവി ബിസ്സലാത്തി ഫിഹാ, എപ്പോഴും പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നു, അവിടെ വെച്ച് അള്ളാഹുവിനെ ഓർക്കുന്നു, അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നു, അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തെ അത് ജീവിതത്തിലേക്ക് പകർത്തുന്നു. ഇങ്ങനെ മസ്ജിദുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യം ചെയ്യുന്ന ആളുകളാണ് ഈ കൂട്ടം ആളുകൾ, പള്ളിയുടെ ആളുകൾ എന്നത് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോൾ മസ്ജിദുമായി നമുക്കെപ്പോഴും ബന്ധമുണ്ടായിരിക്കണം. സാധിക്കുന്ന ആളുകൾ സമ്പത്ത് കൊണ്ട്, ആരോഗ്യമായി സാധിക്കുന്ന ആളുകൾ മസ്ജിദുകൾ വൃത്തിയാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ അതൊന്നും പറ്റാത്ത ആളുകൾ 5 വഖത്ത് മസ്ജിദുമായി ബന്ധം നിലനിർത്തിക്കൊണ്ട് എപ്പോഴും നമസ്കരിക്കാൻ ജമാഅത്തോടു കൂടി വരുന്നൊരവസ്ഥ ഇതെപ്പോഴും ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മസ്ജിദ് ഉണ്ടാക്കുന്ന ആളുകൾക്കുള്ള ഫضൽ, മസ്ജിദ് പണിയുന്ന ആളുകൾക്കുള്ള ഫضൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ബന മസ്ജിദൻ യംബഗി യബ്തഗി ബിഹി വജ്ഹ അല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ മസ്ജിദ് പണിതാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിലൊരു വീട് പണിതു കൊടുക്കുന്നതാണ്. സ്വർഗ്ഗത്തിലൊരു വീട് പണിതു കൊടുക്കുന്നതാണ്. പല ആളുകളും ഈ ഹദീസൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, എൻ്റെ അടുത്ത് ഇത്രയും സാമ്പത്തികമായിട്ടുള്ള കഴിവൊന്നുമില്ല, ഒരു വലിയ മസ്ജിദ് പണിയാം, ഇത്ര സാമ്പത്തികമായിട്ടുള്ള കഴിവൊന്നുമില്ല എന്ന് പല ആളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റൊരു ഹദീസുണ്ട്, മസ്ജിദിന്റെ വലുപ്പത്തിലും അതിന്റെ ചെറുതിലും എന്നുള്ള കാര്യം പറയുകയാണ്, മൻ ബന ലില്ലാഹി മസ്ജിദൻ വലൗ കമഫ്ഹസി ഖതാത്തിൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ഒരു മണൽക്കോഴിയുടെ അത്രയും ഒരാൾക്ക് നമസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പള്ളിയെങ്കിലും ഒരാൾ ഉണ്ടാക്കിയാൽ അത് തന്നെ മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിലൊരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയ ആളുകൾക്ക് കാണാം, വഴിയോരങ്ങളിൽ ചെറിയ മസ്ജിദ്, ഒരാൾക്ക് 2 ആളുകൾക്ക് 3 ആളുകൾക്ക് നിർവഹിക്കാനുള്ള ഒരു മുസല്ല. അടുത്ത ഇബ്നു ബത്താൽ റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എത്രത്തോളം മസ്ജിദ് നിർമ്മാണം എന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അൽ ഖസ്ദ്, അതിനുള്ള സുന്നത്തായ കാര്യം എന്താണ്? അതിൽ മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. وترك الغلو في تشييدها خشية الفتنة والمباهات ببنائها. മസ്ജിദ് നിർമ്മിച്ചുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യും, വലിയ മസ്ജിദ് മുൻചാക്കി അതുകൊണ്ട് മുബാഹാത്ത്, ആളുകൾ കാണിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന ആ ഒരു കാര്യമുണ്ട്. അതല്ല മസ്ജിദ് നിർമ്മാണം കൊണ്ടുള്ള ഉദ്ദേശം. ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദ് നിർമ്മിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുകയാണ്, അകിന്നൻ നാസ് മിൻ മത്തർ, മസ്ജിദ് എന്നുകൊണ്ട് ഉദ്ദേശം എന്താണ്? മഴ പെയ്യുമ്പോൾ മഴ കൊള്ളാതിരിക്കുക. വയ്യാക അൻ തഹ്മർ ഔ തസ്ഫർ ഫതഫ്തിനൻ നാസ്, മസ്ജിദിൽ കുമ്മായം പൂശിക്കൊണ്ടും കളറടിച്ചുകൊണ്ടും കുറേ വ്യത്യസ്ത രൂപത്തിലാക്കിക്കൊണ്ടും അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ജനങ്ങളൊക്കെ നമസ്കാരം നിർവഹിക്കുമ്പോൾ അവരുടെ നമസ്കാരം തെറ്റിപ്പോകുന്ന രൂപത്തിൽ മസ്ജിദുകൾ അതിന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ആ ഒരു അവസ്ഥ ആവശ്യമില്ല. മറിച്ച് എന്ത് ചെയ്യുക, മസ്ജിദുകൾ അത് നിർമ്മിക്കുമ്പോൾ മിതത്വം പാലിക്കുക, ആളുകൾക്ക് നല്ല രൂപത്തിൽ നമസ്കരിക്കാൻ സാധിക്കണം, ആളുകൾക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലായിരിക്കണം മസ്ജിദുകൾ നിർമ്മിക്കേണ്ടത്. ഇനി ആ മസ്ജിദുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മസ്ജിദുകൾ നിർമ്മിക്കാൻ സാധിക്കാത്ത ആളുകൾ അവരെന്ത് ചെയ്യട്ടെ? മസ്ജിദിലെ അവിടെ ഉണ്ടാകുന്ന കച്ചറകൾ, അവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ ഇതൊക്കെ നീക്കിക്കളയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ കാലത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷനുണ്ടായിരുന്നു. ഹദീസിൽ 2 റിവായത്ത് വന്നിട്ടുണ്ട്. ഖാന യഖുമുൽ മസ്ജിദ്, ആ സ്ത്രീ എന്തായിരുന്നു? മസ്ജിദ് വൃത്തിയാക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഫമാത
ഫമാതത്, ആ സ്ത്രീ മരണപ്പെട്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിരുന്നില്ല. ആ സ്ത്രീ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ല. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അഫലാ കുൻതും ആദൻതുമു ബിഹി ദല്ലൂനി അലാ ഖബ്രിഹാ, നിങ്ങൾക്ക് ആ സ്ത്രീ മരണപ്പെട്ട കാര്യം എന്നോട് പറയാമായിരുന്നില്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്ത്രീയുടെ ഖബർ എവിടെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്ത്രീയുടെ ഖബർ കാണിച്ചു കൊടുക്കുകയും ഫഅതാ ഖബറഹാ ഫസല്ല അലൈഹ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ സ്ത്രീക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ചു. ഇവിടെ എന്താണ് ഇതിൽ മനസ്സിലാക്കുന്നത്? മസ്ജിദ് വൃത്തിയാക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്തത്? മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി. അത് ആ ഒരു കാര്യം, മരണപ്പെട്ട കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അവിടുന്ന് സഹാബത്തിനോട് ചോദിക്കുകയാണ്, അത് എന്നോടും കൂടി പറഞ്ഞൂടെ എന്ന് സഹാബത്തിനെ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? കാരണം മസ്ജിദ് വൃത്തിയാക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അള്ളാഹുവിന്റെ മസ്ജിദാണ്, അള്ളാഹുവിന്റെ ഭവനമാണ് വൃത്തിയാക്കുന്നത്. അതുകൊണ്ട് നേടുന്ന പ്രതിഫലം വളരെ വമ്പിച്ചതാണ് എന്നൊരു കാര്യം മനസ്സിലാക്കുക. അബൂ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉരിദത് അലയ്യ അഅമാലു ഉമ്മത്തി ഹസനുഹാ വസയ്യിഉഹാ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട നല്ലതും മോശവുമായ എല്ലാ അമലുകളും എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഫവജദ്തു ഫീ മഹാസിനി അഅമാലിഹാ, എന്നിട്ട് ഞാൻ അതിൽ കണ്ട ഏറ്റവും നല്ല അമൽ എന്താണ്? ആ ഉമ്മത്തിൽപ്പെട്ട ഏറ്റവും നല്ല അമൽ അൽ അദാ യുമാതു അനി തരീഖ്, വഴിയിൽ നിന്ന് നീക്കുന്ന ഒരു തടസ്സം. വവജദ്തു ഫീ മസാവി അഅമാലിഹാ, അതിൽ ഏറ്റവും മോശമായ അമൽ ഞാൻ കണ്ടു. അൻനുഖാഅത തകൂനു ഫിൽ മസ്ജിദ് ലാ തുദ്ഫൻ, മസ്ജിദിൽ ഉണ്ടാകുന്ന ഒരു മ്ലേച്ഛമായ, ഒരു കച്ചറയായ, ഒരു വേസ്റ്റായ ഒരു കാര്യം അത് മൂടാതെ അല്ലെങ്കിൽ അത് വൃത്തിയാക്കാത്ത ഒരു സാഹചര്യം ഞാൻ മസ്ജിദിൽ കാണുകയാണ്. അതാണ് ഏറ്റവും മോശമായ കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, അപ്പോൾ നമ്മൾ ചിന്തിക്കുക, മസ്ജിദ് പണിയുക അല്ലെങ്കിൽ മസ്ജിദ് വൃത്തിയാക്കുക അതുപോലും വമ്പിച്ച പ്രതിഫലമുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ മസ്ജിദിലേക്ക് ഇടയ്ക്കൊന്ന് ഇറങ്ങി നോക്കുക, എന്തെങ്കിലും മസ്ജിദിൽ പ്രശ്നമുണ്ടോ, മസ്ജിദുമായി ബന്ധപ്പെട്ട് എന്ത് ചർച്ചകളുണ്ടെങ്കിൽ അതിലെങ്കിലും നമ്മൾ ഇടപെടാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മസ്ജിദുമായി ബന്ധപ്പെട്ട നമുക്കറിയാം, നമ്മൾ ധാരാളമായി കേട്ടൊരു ഹദീസാണ്. ഒരിക്കൽ സഹാബത്തിന്റെ ഇടയിൽ വെച്ച് ഒരു അറാബിയായ, ഒരു ഗ്രാമീണരായ ഒരാൾ മസ്ജിദിൽ വന്ന് മൂത്രമൊഴിക്കുകയാണ്. അപ്പോൾ സഹാബത്ത് എന്ത് ചെയ്ത് തടഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസ്രിമു, അവരെ പ്രയാസത്തിലാക്കല്ല, ഫതറക്കു. അങ്ങനെ ആ അറാബി വന്ന് മൂത്രം ഒഴിച്ച് തീരുന്നത് വരെ അവിടെ കാത്തുനിന്നു. കാരണം എന്താണ്? അതിനിടയിൽ തടഞ്ഞാൽ ചിലപ്പോൾ മസ്ജിദ് മുഴുവനും ആ ഒരു വൃത്തികേട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തടഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുശേഷം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അറാബി എന്ന് പറഞ്ഞാൽ, ഗ്രാമീണർ എന്ന് പറഞ്ഞാൽ വലിയ അതവും കാര്യമൊന്നും ഉണ്ടാവില്ല, സാധാരണ നാടന്മാരായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്ന ഹാദിഹിൽ മസാജിദ്, ഈ മസ്ജിദുകൾ, അല്ലാഹുവിന്റെ ഭവനങ്ങൾ, ലാ തസ്ലുഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗൽ, ഇവിടെ മൂത്രമൊഴിക്കുക, വലൽ ഖദർ, അതുപോലുള്ള മോശമായ കാര്യങ്ങളൊന്നും അതിനുള്ളതല്ല മസ്ജിദ്. ഇന്നമാ ഹിയ ലിദിക്രില്ലാഹി അസ്സ വജൽ വസ്സലാ വഖിറാഅത്തുൽ ഖുർആൻ, ഇത് ഖുർആൻ പാരായണം ചെയ്യാനും നമസ്കരിക്കാനും അല്ലാഹുവിനെ ഓർക്കാനുമുള്ളതാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം ഫഅമർ റജുലൻ മിനൽ ഖൗം ഫജാഅ ബിദൽവിൻ മിൻ മാഇൻ ഫശന്നഹു അലൈഹി, എന്നിട്ട് എന്ത് ചെയ്തു? അത് വൃത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? മസ്ജിദിലുണ്ടാകുന്ന മോശമായ കാര്യങ്ങളൊക്കെ അത് നമ്മളതിൽ നിന്ന് നീക്കാൻ ശ്രമിക്കണം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അന്നവവി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫീഹി സിയാനത്തുൽ മസാജിദി വതൻസീഹുഹാ അനിൽ അഖ്ദാരി വൽ ഖദാ വൽ ബുസാഖ് വറഫഉൽ അസ്വാതി വൽ ഖുസുമാത്. ഇതിൽ ഈ ഹദീസിന് തെളിവുണ്ട്. മസ്ജിദിലുണ്ടാകുന്ന മോശമായ മ്ലേച്ഛമായ കാര്യങ്ങൾ നീക്കാനും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റഫ്ഉൽ അസ്വാത്, നമ്മൾ ശബ്ദമുയർത്തിക്കൊണ്ട് മസ്ജിദിനുള്ളിൽ സംസാരിക്കുക. മസ്ജിദിന് യോജിച്ച കാര്യമല്ല. വൽ ഖുസുമാത്, തർക്കിക്കുക. ചില ആളുകൾ ചില വിഷയങ്ങൾ മസ്ജിദിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? തർക്കിക്കും. അത് മസ്ജിദിന് യോജിച്ചൊരു കാര്യമല്ല. വൽ ബൈഇ വശ്ശിറാ, അതുപോലെ കച്ചവടം നടത്തുക. ചില ആളുകൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്നതായിരിക്കും. ചില ആളുകൾ മസ്ജിദിൽ വെച്ച് മൊബൈൽ ഫോണിന് റീചാർജ് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പേയ്മെന്റ് ചെയ്യുന്ന ആളുകൾ. ശ്രദ്ധിക്കുക. കാരണം എന്താണ്? കച്ചവടമായിരിക്കും. ചിലതെന്തെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങുന്നതായിരിക്കും. അതൊക്കെ ഈ ഹറാമായ കാര്യത്തിൽ പെട്ടതാണ്. മസ്ജിദിൽ ഈ ഒരു കാര്യങ്ങളൊന്നും പാടില്ലാത്തതാണ്. മസ്ജിദിന് പുറത്തിറങ്ങുക, നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം മസ്ജിദിലേക്ക് കയറുക. വസാഇദുൽ ഉഖൂദ് വമാ ഫീ മഅനാ ദാലിക്. അപ്പോൾ അങ്ങനെയുള്ള ബാക്കിയുള്ള
കാര്യങ്ങളൊക്കെ എന്താണ് മസ്ജിദിൽ ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ മസ്ജിദുമായി ബന്ധപ്പെട്ട ചില ആദാബുകൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. മസ്ജിദിലേക്ക് വരുന്നതിന് മുമ്പായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വീട്ടിൽ നിന്ന് വുദൂ എടുത്ത് സാധിക്കുന്ന ആളുകൾ നടന്ന് തന്നെ വരാൻ ശ്രമിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മാ മിൻ റജുലിൻ യതതഹർ, ഒരാൾ വുദൂ എടുത്ത് ഫയഹ്സിനു തഹൂർ, എന്നിട്ട് നല്ല രൂപത്തിൽ വുദൂ എടുക്കുകയും സുമ്മ യഅമിദു ഇലാ മസ്ജിദിൻ മിൻ ഹാദിഹിൽ മസാജിദ്, ഏതെങ്കിലും മസ്ജിദിലേക്ക് ഒരാൾ വരികയും ചെയ്താൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖത്വത്തിൻ യഖ്തുഹാ ഹസന, ഓരോ നടത്തത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. വയർഫഉ ബിഹാ ദറജ, ഓരോ നടത്തത്തിലും നമ്മുടെ പദവി അല്ലാഹു ഉയർത്തുന്നതാണ്. വയഹത്തു ബിഹാ അൻഹാ സയ്യ, അതുപോലെ തന്നെ ഓരോ നടത്തത്തിലും നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ അറിഞ്ഞും അറിയാതെയും എത്രയോ പാപങ്ങൾ ചെയ്ത ആളുകളാണ്. നമ്മൾ മസ്ജിദിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓരോ നടത്തം കാരണത്താൽ നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകുക. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഉദ്ദു അൻഫുസകും മിനൽ മൗത, നിങ്ങൾക്ക് ദുനിയാവിനോട് കൂടുതൽ ഹുബ്ബും അതുപോലെ തന്നെ പരലോക വിഷയത്തിൽ ഒരു ബോധവും ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങൾ സ്വന്തത്തെ എണ്ണുക. ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്തായിരിക്കും? എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ കാര്യം എന്താണ്? ഇബാദത്തുകളാണ്. എൻ്റെ പാപങ്ങൾ ഇല്ലാതാകണം, അള്ളാഹുവിൻ്റെ അടുക്കൽ ദറജ ഉയരണം. ഇതൊക്കെ ഈ മസ്ജിദിലേക്കുള്ള നടത്തം കാരണം നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മസ്ജിദിലേക്ക് വരുമ്പോഴുള്ള രണ്ടാമത്തെ മര്യാദയാണ് മോശമായ സ്മെല്ലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ചില ആളുകൾ ഇന്നത്തെ കാലത്ത് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറയാം, ഇന്നത്തെ കാലത്ത് ചില ആളുകൾ പുകവലിച്ച് സിഗരറ്റൊക്കെ വലിച്ച് മസ്ജിദിലേക്ക് വന്ന് അടുത്തുള്ള ആളുകളെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, മൻ അക്കലൽ ബസല വസ്സൂമ വൽ ഖുർറാത്ത് ഫലാ യഖ്റബന്ന മസ്ജിദന ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. ഒരാൾ ഉള്ളി കഴിച്ചോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഇതുപോലുള്ള കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് വരരുത്. കാരണം മലക്കുകൾക്ക് മനുഷ്യന്മാർക്ക് പ്രയാസമുണ്ടാകുന്ന പോലെ മലക്കുകൾക്കും പ്രയാസമുണ്ടാകുന്നതാണ്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വായൊക്കെ എപ്പോഴും ശുദ്ധിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പോലും, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പുള്ള അദാബുകളിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവൻ സിവാക്ക് ഉപയോഗിക്കട്ടെ. സിവാക്ക് എന്താണ് കാരണം? കാരണം ഒരാൾ ഖുർആൻ പാരായണം ചെയ്യാൻ നിന്നാൽ മലക്കുകളുടെ വായും നമ്മുടെ വായുമായി ഒരുമിച്ച് വെക്കും, അത്രയും അടുത്ത്. കാരണം അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യുകയാണ്. ആ ഒരു കലാമിനോടുള്ള ആദരവ് കാരണത്താൽ മലക്കുകളുടെ വായ നമ്മുടെ വായയുടെ അടുത്തേക്ക് വെക്കുന്നതാണ്. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മോശമായ സ്മെല്ലൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള വസ്ത്രത്തിൽ വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. മസ്ജിദിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഭംഗി സൂക്ഷിക്കുക. അതായത് നിങ്ങൾ നമസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഭംഗി സൂക്ഷിക്കുക. ചില ആളുകൾ വീട്ടിൽ ഉറങ്ങാൻ കിടന്ന അതേ വസ്ത്രം ധരിച്ചിട്ട് മസ്ജിദിലേക്ക് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ മസ്ജിദ് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നാട്ടിലൊരു സ്ഥാനമുള്ള ഒരു നാട്ടിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ ഉറങ്ങുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകാൻ നമുക്ക് മടിയാകും. പക്ഷെ മസ്ജിദിലേക്ക് അങ്ങനെ വരാനൊരു പ്രയാസമില്ല. ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിക്കൂടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, മസ്ജിദിലേക്ക് വരുമ്പോൾ നല്ല സാവകാശം വരിക. ചില ആളുകൾ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, അടുത്ത റക്അത്തിലേക്കെങ്കിലും എത്തണം, നോടി വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, إذا ثوب بالصلاة فلا يسع إليها أحدكم ولكن يمشي عليه السكينة والوقار صل ما أدركت وقت ما سبقت. ഒരാൾ ഇഖാമത്ത് കൊടുത്തതിന് ശേഷമാണ് മസ്ജിദിലേക്ക് വരുന്നതെങ്കിൽ അവൻ എന്ത് ചെയ്യുക? അവൻ സാവകാശം നടന്നു വരാം. സാവകാശം നടന്നു വരിക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സല്ലി മാ അദ്റക്, നിനക്ക് കിട്ടിയത് നീ നിസ്കരിക്കുക. വഖ്തി മാ സബഖത്, നിനക്ക് മിസ്സായി പോയത് നീ എന്ത് ചെയ്യുക? വീണ്ടും അത് മാറ്റി നിസ്കരിക്കുക, അതായത് ആവർത്തിക്കുക. ഇനി അടുത്തൊരു അദബാണ്, മസ്ജിദിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മസ്ജിദിൽ വലത് കാൽ കൊണ്ട് പ്രവേശിക്കുക. അതുപോലെ തന്നെ മസ്ജിദിൽ ഇറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ചിറങ്ങുകയും ചെയ്യുക. كان ابن عمر رضي الله عنه يبدأ برجله اليمنى فإذا خرج بدأ برجله اليسرى. സഹാബത്തിനൊക്കെ സ്ഥിരപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ ഒരു കാര്യം എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ അബ്വാബുകൾ, വാതിലുകൾ നിനക്ക് തുറന്നേരണേ എന്ന് അല്ലാഹു ദുആ ചെയ്തുകൊണ്ട് ഒരാൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുക. കാരണം നിങ്ങളൊന്ന് ചിന്തിക്കാം, നമ്മൾ മസ്ജിദിലേക്ക് വരുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കാൻ വേണ്ടി വരികയാണ്.
അള്ളാഹുവിന് തരാനുള്ള അള്ളാഹുവിൻ്റെ ഖജനാവ് എന്നുള്ളത് ഒരിക്കലും കുറയാത്ത അത്രയും വമ്പിച്ച ഖജനാവാണ്. ദുനിയാവിലെ ഏതൊരു സമ്പത്തെടുത്ത് ഒരുമിച്ച് കൂട്ടിയാലും അതിനേക്കാൾ എത്രയോ ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരവും. അതൊക്കെ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അള്ളാഹുവിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടാകണം. അള്ളാഹുവിലേക്ക് നമുക്ക് പ്രതീക്ഷ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിൽ? ചില ആളുകൾ, ഉദാഹരണത്തിന് ഒരാൾ യാത്ര ചെയ്യാണ്. യാത്ര ചെയ്യുമ്പോൾ ഇയാളുടെ കീശയിൽ പൈസയൊന്നുമില്ല. അപ്പോൾ അവൻ്റെ മൈൻഡിലുള്ള എന്താണ്? കൂടെ ഒരു കൂട്ടുകാരനുണ്ട്, അത്യാവശ്യം സമ്പത്തുള്ള ആളാണ്, അവൻ്റെ കൂടെ പോയാൽ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഒന്നും എടുക്കാൻ അവൻ സമ്മതിക്കൂല. ആ ഒരു അവസ്ഥയിലാണ് അവൻ പോകുന്നത്. അപ്പോൾ ഈ സഹോദരനെ കുറിച്ച് അവൻ നല്ല വിചാരം വെച്ചുകൊണ്ട് അവൻ്റെ സമ്പത്തിൽ അവലംബിച്ചുകൊണ്ട് അവൻ യാത്ര ചെയ്യാണ്. ഇതാണ് പടപ്പുകൾ ഏറ്റവും നല്ലൊരു രൂപത്തിൽ ഒരാൾ ചിന്തിക്കുന്നൊരവസ്ഥ. എന്നാൽ മസ്ജിദിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ സമ്പത്തൊക്കെ നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ ആഫിയത്തും എല്ലാ സൗഖ്യവും എല്ലാ കാര്യങ്ങളും നൽകി അള്ളാഹുവിൻ്റെ മുമ്പിലേക്കാണ് പോകുന്നത്. അതൊക്കെ എനിക്ക് തുറന്നു കിട്ടണം. അപ്പോൾ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. നമസ്കാരം എന്നുള്ളത് എന്താണ്? അള്ളാഹുവിനുള്ള മുനാജാത്താണ്, സംസാരമാണ്, സംഭാഷണമാണ്. അള്ളാഹുവിന് സംസാരിച്ച് ദുആ ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം. അപ്പോൾ ഈ നമസ്കാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ അതിന് മുന്നോടിയായിക്കൊണ്ട് നമ്മൾ ഒരുങ്ങുക, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കയറുകയാണ്. അള്ളാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മതി, അള്ളാഹു എൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറന്നിരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രവേശിക്കുക. ഇറങ്ങുമ്പോൾ എന്ത് പറയണം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, അള്ളാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുക. നമ്മൾ ഇത്രയും നമസ്കരിച്ച കാര്യങ്ങൾ അതൊന്നും ബാത്തിലാകരുത്. ഈ നമസ്കരിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹു സംരക്ഷിക്കണം. പുറത്ത് പോകുമ്പോൾ അങ്ങാടികളുണ്ട്, പരദോഷവും ഗീബത്തും നമീമത്തും ഒക്കെ പറയുന്ന പല ആളുകളുമുണ്ട്. അവരുടെ കൂട്ടത്തിലൊന്നും പെടാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആ കൂട്ടം ആളുകളുടെ കൂടെ എനിക്ക് കൂടണം. അതുപോലെ തന്നെ പല രൂപത്തിലും സ്ത്രീകളുണ്ട്, അവരിലേക്കൊന്നും നോക്കാതെ കണ്ണ് താഴ്ത്തിക്കൊണ്ട് എനിക്ക് നടക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം വേണം. അപ്പോൾ അള്ളാഹുവിനോട് വീണ്ടും ചോദിച്ചുകൊണ്ട് മസ്ജിദിൽ നിന്ന് പുറത്ത് പോവുകയാണ്. അതുപോലെ തന്നെ അടുത്തൊരു അദബാണ് മസ്ജിദുമായി ബന്ധപ്പെട്ട. മസ്ജിദിലേക്ക് കയറുമ്പോൾ തഹിയ്യത്ത് നമസ്കരിക്കുക. മുസ്താദ് പറയുകയാണ്, ഇദാ ദഖല അഹദുകും മസ്ജിദ് ഫൽയർകഅ റകഅതൈൻ ഖബ്ല യജ്ലിസ്. മസ്ജിദ് നേരെ വന്ന് ഇരിക്കലല്ല, മറിച്ച് എന്ത് ചെയ്യുക? 2 റക്അത്ത് നമസ്കരിക്കുക. ഇനി മസ്ജിദിലേക്ക് വരുമ്പോൾ അവിടെ ജമാഅത്തായിട്ട് നമസ്കാരം നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ചേരുക. അത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്തായിരിക്കണം? മസ്ജിദിലേക്ക് വന്നാൽ അവിടെ എന്തായിരിക്കണം? നമസ്കാരമായിരിക്കണം. ആദ്യം തന്നെ പോയി ഇരിക്കുന്നൊരു സാഹചര്യം നമുക്ക് ഉണ്ടായിക്കൂടാ. അതുപോലെ തന്നെ മസ്ജിദിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ സ്ഥലം കിട്ടിയത്, ചിലപ്പോൾ വലിയ സദസ്സായിരിക്കും, ആളുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും, അവരൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് പോകുക എന്നത് പാടില്ല. വിശേഷം പറഞ്ഞു ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരാളിങ്ങനെ തട്ടിക്കൊണ്ട് വരുമ്പോൾ വിശേഷം പറഞ്ഞു, ഇജ്ലിസ് ഫഖദ് ആദൈത വ ആനൈത, നീ അവിടെ ഇരിക്കുക, നീ ആളുകളെ ഉപദ്രവിച്ചു, അതുപോലെ തന്നെ നീ കുറച്ച് വഴി കൊണ്ടുമാണ് വന്നത്, കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അതുപോലെ തന്നെ നമസ്കാരത്തിലേക്ക് മസ്ജിദിലേക്ക് വന്നാൽ നമ്മൾ തഹിയ്യത്ത് നമസ്കരിക്കുമ്പോൾ നമ്മൾ സുത്ര ശ്രദ്ധിക്കാം. മസ്ജിദിലുള്ള സുത്ര എന്ന മറ ശ്രദ്ധിക്കാം. അവിടെ ബാക്കിൽ പോയി നമസ്കരിക്കലില്ല. ഒന്നെങ്കിൽ മുന്നിൽ ഒന്ന് നമസ്കരിക്കുക, അല്ലെങ്കിൽ കസാല വെച്ചിട്ട്, അല്ലെങ്കിൽ മറ വെച്ചിട്ട് നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുകും ഫല്യുസല്ലി ഇലാ സുത്രത്തിൻ വല്യദ്നു മിൻഹാ, ഒരാൾ സുത്രയിലേക്ക് നമസ്കരിക്കട്ടെ, അതിലേക്ക് അടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മസ്ജിദിൽ കച്ചവടമോ, അതുപോലെ തന്നെ മസ്ജിദ് നഷ്ടമായ കാര്യങ്ങൾ അതെങ്ങനെ അന്വേഷിച്ച് മസ്ജിദിനുള്ളിൽ നടക്കുക എന്നുള്ളത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരാൾ എന്ത് ചെയ്യാണ്, ശേഷം പറയുകയാണ്, ഒരാൾ മസ്ജിദിൽ നഷ്ടമായ ഒരു കാര്യം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ അവനോട് പറഞ്ഞുകൊള്ളട്ടെ, ലാ റദ്ദല്ലാഹു അലൈക, അള്ളാഹു നിനക്കത് തിരിച്ച് തരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു നിൽക്കട്ടെ. കാരണം എന്താണ്? പറയാണ്, ഫൈനൽ മസാജിദ ലം തുബ്ന ലിഹാദ, മസ്ജിദ് ഇതിനു വേണ്ടിയല്ല അള്ളാഹു നിർമ്മിച്ചിട്ടുള്ളത്. മസ്ജിദ് എന്താണ്? ഇബാദത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ മസ്ജിദിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ കച്ചവടം, വിശേഷം പറയുകയാണ്, ഇദാ റഅയ്തും മയ്യബീഅ ഔ യബ്തഅ ഫിൽ മസ്ജിദ്, മസ്ജിദിൽ ഒരാൾ വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നതായി കണ്ടാൽ ഫഖൂലു, നിങ്ങൾ പറഞ്ഞുകൊള്ളുക, ലാ അർബഹല്ലാഹു തിജാറതക, എൻ്റെ കച്ചവടത്തിൽ അള്ളാഹു ലാഭം തരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ മസ്ജിദുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മസ്ജിദിൽ ശബ്ദമുയർത്തുക എന്നുള്ളത് അത് പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്
അസ്സായിബ് ഇബ്നു യസീദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, കുൻതു ഖായിമൻ ഫിൽ മസ്ജിദി ഫഹസബനി, ഞാനൊരിക്കൽ മസ്ജിദിലിരിക്കെ ഒരാൾ ഫഹസബനി റജുൽ എന്നെ വിളിച്ചു. ഫനദർതു ഫഇദാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവിടെ നോക്കാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഫഖാൽ ഇദ്ഹബ് ഫഅതിനി ബിഹാദൈൻ ഫജിഅതുഹു ബിഹിമ, രണ്ടാളുകൾ അവിടെ സംസാരിക്കുമ്പോൾ ഒച്ചയിട്ട് സംസാരിക്കുന്ന കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്തെയാണ് അവർ രണ്ടാളും വിളിച്ചു ചോദിക്കുകയാണ്, മൻ അൻതുമാ വ മിൻ ഐന അൻതുമാ, നിങ്ങൾ രണ്ടാളുകളും എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഞങ്ങൾ തായിഫിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ കുൻതുമാ മിൻ അഹ്ലി ഹാദൽ ബലദ് ലഔജഅതുകുമാ തർഫഅനി അസ്വാതുകുമാ ഫീ മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഈ നാട്ടുകാരാണെങ്കിൽ ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്തുമായിരുന്നു, അടിക്കുമായിരുന്നു. കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിൽ ഒച്ച ശബ്ദമുയർത്തുകയോ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് മസ്ജിദുമായി ബന്ധപ്പെട്ട ഹിസ്സിയായിട്ടുള്ള, അതായത് മസ്ജിദുമായി ബന്ധപ്പെട്ട ചില ആദാബുകൾ. ഇനി മസ്ജിദുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന, നമ്മൾ പറഞ്ഞു ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിച്ചു, മസ്ജിദിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് മസ്ജിദ് വൃത്തിയാക്കുകയും അത് മസ്ജിദുമായുള്ള ആദാബുകൾ പാലിക്കുകയും ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ മസ്ജിദുമായി നല്ല ബന്ധമുള്ള ആളുകളുമാണ്. അതിൽപ്പെട്ട രണ്ടാമത്തെ വിഭാഗം ആളുകളാണ് അവരെന്ത് ചെയ്യും? ദീൻ പഠിക്കാൻ വേണ്ടി എപ്പോഴും മസ്ജിദിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ ഹദീഫ്, ഒരു കൂട്ടം ആളുകൾ മസ്ജിദിൽ വന്നാൽ ദീൻ പഠിക്കാനിരുന്നാൽ ഇല്ല നസലത്ത് അലൈഹിമുസ് സക്കീന, അവർക്ക് സമാധാനവും അതുപോലെ തന്നെ മലക്കുകൾ അവരെ പൊതിയുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, സലാസത്തുൻ പറഞ്ഞു, 3 വിഭാഗം ആളുകൾ, കുല്ലുഹും ളാമിൻ അലല്ലാഹി അസ്സ വജൽ, അവരുടെ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിനെ ജാമ്യം നിൽക്കും, അതായത് അള്ളാഹു അവരെ സംരക്ഷിക്കും. എന്താണ്? അതിലൊരു വിഭാഗം ആളുകളാണ് റജുലുൻ റാഹ ഇലൽ മസ്ജിദ് ഫഹുവ ളാമിൻ അലല്ലാഹ് ഹത്താ യതവഫാഹു ഫയദ്ഖുലുൽ ജന്ന, ഒരാൾ മസ്ജിദിലേക്ക് രാവിലെ തന്നെ പോകുന്ന ആളുകൾ, മസ്ജിദുമായി അങ്ങനെ ബന്ധമുള്ള ആളുകൾ, അവരുടെ വിഷയത്തിൽ അള്ളാഹു അവനെ ഏറ്റെടുത്തിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മരിക്കുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, 7 വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ, അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായത്തിൽ അള്ളാഹുവിൻ്റെ തണൽ തന്നെ ലഭിക്കുന്ന ആളുകൾ, 7 വിഭാഗം ആളുകൾ. അതിൽപ്പെട്ടൊരു വിഭാഗം ആളാണ് ഒന്നാമത്തേത് ഷാബുൻ നശഅ ഫി ഇബാദത്തില്ലാ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന യുവാവ്. നമുക്കറിയാം യൗവനം എന്നുള്ളത് എന്താണ്? ഒരു പരീക്ഷണ. ചില കവികൾ പറഞ്ഞതുപോലെ, ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജിദ മഫ്സദത്തുൽ ലിൽ മർഇ അയ്യ മഫ്സദ, യൗവനവും അതുപോലെ തന്നെ ഒഴിവ് സമയവും സമ്പത്തും ഒക്കെ ഉണ്ടായാൽ മഫ്സദത്തുൽ ലിൽ മർഇ അയ്യ മഫ്സദ, അവനെ നശിപ്പിക്കാൻ വേറൊന്നും വേണ്ട, അത്രയും പ്രയാസമാണ്. കാരണം എന്താണ്? എല്ലാവിധ അവന്റെ വികാരങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവന്റെ മുമ്പിലുണ്ട്, എല്ലാം ചെയ്യാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഹയ്യ അല സ്വലാ എന്ന് പറയുമ്പോൾ മസ്ജിദിലേക്ക് വരുന്ന യുവാവ്, അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തണൽ നൽകുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളാണ് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, മസ്ജിദുമായി ബന്ധമുള്ള, മസ്ജിദുമായി ഹൃദയബന്ധമുള്ള ആളുകൾ, അവനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അവന്റെ തണൽ നൽകുന്നതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു മുലഖിൻ റഹിമഹുല്ലാ പറയുകയാണ്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ് വഫീ മുസ്ലിം ബിൽ മസാജിദ് വകിലാഹുമാ സ്വഹീഹുൻ ശദീദുൽ മഹബ്ബ, എപ്പോഴും മസ്ജിദുമായി ബന്ധം, അങ്ങേയറ്റ സ്നേഹം, മുലാസമത്തുൽ ജമാഅത്തി ഫീഹ, എപ്പോഴും എല്ലാവിധ ജമാഅത്ത് നമസ്കാരത്തിനൊക്കെ അവൻ എത്തുന്നു. വമഅനാഹു ദവാമുൽ ഖുഊദ് ഫീഹാ ലിസ്സലാത്തി വദ്ദിക്രി വൽ ഖിറാഅ, നമസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് അവിടെ ദിക്ർ ചൊല്ലുകയാണ്, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അങ്ങനെ മസ്ജിദുമായി എപ്പോഴും ബന്ധമുള്ള ആളുകൾ, കാരണം ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയാണ്. ലിഅന്നൽ മസാജിദ ബൈത്തുല്ലാഹ് വബൈതു കുല്ലി തഖി, മസ്ജിദ് അല്ലാഹുവിന്റെ ഭവനമാണ്, ഏതൊരു തഖ്വയുള്ള ആളുടെയും ഭവനമാണ് മസ്ജിദ് എന്നുള്ളത്. വഹഖീഖുൻ അൽ മസൂരി ഇക്റാമുസ് സായിർ, അതെ, വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതിഥിയായി വന്ന ആളുകളെ ആദരിക്കുക എന്നുള്ളത് സാധാരണയാണ്. അതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വീട്ടിലേക്ക് വന്ന ആളുകൾ, എപ്പോഴും ആ വീടുമായി ബന്ധമുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആദരിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വന്തക്കാരായി മാറ്റും, അല്ലാഹുവിന്റെ അയൽപക്കക്കാർ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ എല്ലാ ആളുകളും വിയർപ്പിൽ അങ്ങനെ മുങ്ങിയിരിക്കവേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തണൽ നൽകിക്കൊണ്ട് അവനെ സഹായിക്കുന്ന ഒരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഈ കൂട്ടം ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നവവി റഹിമഹുല്ലാ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഈ രൂപത്തിൽ തന്നെ പറയുകയാണ്,
ومعناه شديد الحب لها والملازمة للجماعة فيها وليس معناه دوام القعود في المسجد. എപ്പോഴും മസ്ജിദുമായി ഉള്ള ബന്ധം, എപ്പോഴും മസ്ജിദിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും മസ്ജിദിലേക്ക് എത്താനുള്ള അതിയായ ആഗ്രഹം. ഒരു വഖ്ത് നമസ്കാരം കഴിഞ്ഞതുകൊണ്ട് കഴിയുന്നില്ല മസ്ജിദിലേക്ക് അവിടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥ. നസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി. നമ്മുടെ സലഫുകൾ മസ്ജിദുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരുന്നു? കാന അബ്ദുല്ലാഹ് ബിൻ സുബൈർ ബിൻ അവ്വാം, നമുക്കറിയാം സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പേര് വിളിക്കപ്പെടുമായിരുന്നു യുസമ്മ ഹമാമൽ മസ്ജിദ് മിൻ കസ്റത്തി മുലാസമതി ലിസ്സലാ. മസ്ജിദുമായി അങ്ങേയറ്റം ബന്ധം കാരണത്താൽ അദ്ദേഹം മസ്ജിദിലെ പ്രാവ് എന്നായിരുന്നു അറിയപ്പെട്ടത്. കാരണം മസ്ജിദുമായി അത്രയും ബന്ധമായിരുന്നു, മസ്ജിദിൽ എപ്പോഴും അദ്ദേഹത്തെ കാണാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ വകാന റബീഅ് ബിൻ ഖൈസം, നമ്മുടെ മുൻഗാമികൾപ്പെട്ട റബീഅ് ബിൻ ഖൈസം റഹിമഹുല്ലാഹ് മിൻ കസ്റത്തി ഹുബ്ബിഹി വമുലാസമതി ലിൽ മസ്ജിദ് യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹം മസ്ജിദിനോടുള്ള ബന്ധം കാരണത്താൽ അദ്ദേഹം പറയുമായിരുന്നു, ഇന്നി ലആനസു ബിസൗതി ഉസ്ഫൂരിൽ മസ്ജിദ് അൻ ഉൻസി ബിസൗജതി, എൻ്റെ ഭാര്യയുമായിട്ട് ഒരുമിച്ചുണ്ടാകുമ്പോഴുള്ള സന്തോഷത്തെക്കാളും എനിക്ക് മസ്ജിദിൽ കേൾക്കുന്ന കുരുവികളുടെ ശബ്ദം, അല്ലെങ്കിൽ അത് മസ്ജിദുമായുള്ള ബന്ധമാണ് എനിക്ക് കൂടുതൽ ഖൈർ എന്ന് ഇദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെക്കുറിച്ച് ഇബ്നു ജുറൈജ് റഹിമഹുല്ലാഹ് പറയുകയാണ്, കാനൽ മസ്ജിദു ഫിറാശ അതാഇൻ 20 സന, 20 വർഷമായി മസ്ജിദായിരുന്നു അതാ റഹിമഹുല്ലാഹയുടെ കിടപ്ര. കാരണം എപ്പോഴും മസ്ജിദുമായി ബന്ധം, അവിടെ തന്നെ കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാന മിൻ അഹ്സനിൻ നാസി സ്വലാത്തൻ, അദ്ദേഹം ധാരാളമായി നമസ്കരിക്കുന്ന ഒരു വ്യക്തിയും കൂടെയായിരുന്നു. അതുപോലെ തന്നെ സാബിത്ത് അൽ ബുനാനി റഹിമഹുല്ലാഹ്, അനസ് ബിൻ മാലിക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് സാബിത്ത് അൽ ബുനാനി. അദ്ദേഹത്തെക്കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇന്ന സാബിതൻ മിഫ്താഹു മിൻ മഫാത്തിഹിൽ ഖൈർ, നന്മയുടെ താക്കോലിൽപ്പെട്ട താക്കോലാണ് സാബിത്ത് അൽ ബുനാനി എന്ന് പറഞ്ഞ താബിഈ പണ്ഡിതനായ സാബിത്ത് അൽ ബുനാനിയെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്. റുബ്ബമ മശൈന മഅ സാബിത്ത് അൽ ബുനാനി, ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സാബിത്ത് അൽ ബുനാനിയുടെ കൂടെ ഇങ്ങനെ നടക്കും, നാടിലൂടെ നടക്കും. ഫലാ യമുറു ബിമസ്ജിദ്, പോകുന്ന വഴിക്ക് ഒരു മസ്ജിദ് കണ്ടാൽ എന്ത് ചെയ്യുക, അദ്ദേഹം ഇല്ലാ ദഖല ഫസല്ലാ ഫീ, ആ മസ്ജിദിൽ കയറി ഒന്ന് നമസ്കരിക്കും. അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. കാരണം മസ്ജിദ് കണ്ടാൽ ആ മസ്ജിദിലേക്ക് ഒന്ന് കയറണം, അല്ലേ? നമുക്ക് ദുനിയാവിൽ ചില കാര്യങ്ങളോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായ ഹബ്ബുണ്ടായാൽ, ഒരു നല്ലൊരു വാഹനം, ചില ആളുകൾക്ക് വാഹനത്തോടായിരിക്കും ഹബ്ബുണ്ടാകാൻ, ചില ആൾക്ക് അങ്ങനെ പല രൂപത്തിലുണ്ടാവും. അങ്ങനെ നല്ലൊരു വണ്ടി പോകുന്ന കണ്ടാൽ അതിലേക്ക് ഇങ്ങനെ നോക്കും, പിന്നെ ചർച്ച മുഴുവൻ അതായിരിക്കും. എന്നാൽ ഇദ്ദേഹത്തെ നമ്മുടെ സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ, അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. മസ്ജിദുമായുള്ള ബന്ധം കാരണത്താൽ മസ്ജിദുമായി അടുത്ത് പോകുമ്പോൾ അവിടെ കയറി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന അവസ്ഥയായിരുന്നു അവർക്ക് ഉണ്ടായത്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹയെ കുറിച്ച് ഇബ്നു വഹബ് റഹിമഹുല്ലാഹ് പറയുകയാണ്, റഅയ്തു സുഫിയാന ഫിൽ ഹറം ബഅദൽ മഗ്രിബി സല്ല. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹയെ ഞാൻ കണ്ടു, അദ്ദേഹം മഗ്രിബിന് ശേഷം നിസ്കരിക്കാൻ തുടങ്ങി. സുമ്മ സജദ സജദതൻ, അങ്ങനെ അദ്ദേഹം മസ്ജിദിൽ വെച്ച് സുജൂദ് ചെയ്തു. ഫലം യർഫ ഹത്താ നൂദിയ ബിൽ ഇശാ, അങ്ങനെ ഇശാ നമസ്കാരത്തിന് ശേഷം തുടങ്ങിയ നമസ്കാരമായിരുന്നു. സുജൂദിൽ പോയതിനു ശേഷം തല ഉയർത്തിയത് അദ്ദേഹം ഇശാ ബാങ്ക് കൊടുക്കുന്ന കേട്ടപ്പോഴായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു പണ്ഡിതൻ പറയുകയാണ്, അലി ഇബ്നു ഫുദൈൽ റഹിമഹുല്ലാഹ് പറയുകയാണ്, അദ്ദേഹം സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് സുജൂദിലായിരിക്കെ ഞാൻ കണ്ടു. ഫതുഫ്തു 7 അശ്വാത്ത്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, 7 തവണ തവാഫ് ചെയ്തു. ഹറമിലായിരുന്നു. അങ്ങനെ തവാഫ് ചെയ്തതിനു ശേഷം ഖബ്ല യർഫഅ റഅസു, ഞാൻ അദ്ദേഹത്തെ നോക്കുമ്പോൾ കണ്ടത് അദ്ദേഹം സുജൂദിലായിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇത്രയും നമസ്കാരവുമായി ബന്ധമായിരുന്നു. ഇങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ, എപ്പോഴും നമസ്കാരം. അതുപോലെ തന്നെ മുൻഗാമികൾപ്പെട്ട ഒരു പണ്ഡിതനെ കുറിച്ച് പറയുകയാണ്, കാന മിൻ ഉബാദ് അൽ മുജ്തഹിദീൻ, അബൂ മുഅ്തമിർ സുലൈമാൻ അത്തൈമി റഹിമഹുല്ലാഹയെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹം ഇബാദത്തുകൾ അങ്ങേയറ്റം മുന്നേറിയ ഒരാളായിരുന്നു. കസീർ അൽ ഹദീസിന്റെ വിഷയത്തിൽ സിഖത്തായിരുന്നു. യുസല്ലി ലൈല കുല്ലഹു ബിവുദൂ ഇശാഇൽ ആഖിറ, ഇശാഇന്റെ വുദൂ കൊണ്ട് രാത്രി മുഴുവൻ നമസ്കരിക്കും. വകാന ഹുവ ഇബ്നുഹു യദൂറാനി ബില്ലൈലി ഫിൽ മസാജിദ്, രാത്രി സമയങ്ങളിൽ മസ്ജിദിലേക്ക് നടക്കും, അദ്ദേഹത്തിന്റെ മകനും. ഫയുസല്ലിയാനി ഫി ഹാദൽ മസ്ജിദ് മർറതൻ വഫി ഹാദൽ മസ്ജിദ് മർറതൻ, ചിലപ്പോൾ ഒരു മസ്ജിദിൽ നിസ്കരിക്കും, പിന്നീട് മറ്റൊരു മസ്ജിദിൽ പോയി നിസ്കരിക്കും. അങ്ങനെ ധാരാളമായി നമസ്കരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, നമസ്കരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സുന്നത്ത് നമസ്കാരം വേറെ സ്ഥലത്ത് പോയി നമസ്കരിക്കുന്നത്? കാരണം ഭൂമി നാളെ സാക്ഷ്യം പറയും. ഭൂമി അതിന്റെ മുകളിൽ വെച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു ദിവസമുണ്ട്, അല്ലേ? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖറജത്തിൽ അർദു അസ്ഖാലഹ വഖാല അൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമി
ആ ഭൂമിയുടെ സംസാരിക്കുന്ന ഒരു ദിവസമുണ്ട് അല്ലേ? ഖിയാമത്ത് നാളിൽ ഭൂമി സംസാരിക്കും, എൻ്റെ മുകളിൽ വെച്ച് ഇന്നയാൾ എന്തൊക്കെ ചെയ്തു. നമ്മളൊന്ന് ചിന്തിക്കുക, ദുനിയാവ്, നമ്മൾ നടന്ന വഴികൾ, അതൊക്കെ സംസാരിക്കുന്ന ഒരു ദിവസം ആ ഭൂമി എന്നെക്കുറിച്ച് എന്താണ് സംസാരിക്കുക? മസ്ജിദാണോ കൂടുതൽ എന്നെക്കുറിച്ച് സംസാരിക്കുക? ഇത്രയധികം നമസ്കരിച്ച വ്യക്തിയായിരുന്നു എന്നാണ് നമസ്കരിക്കുക, അല്ലെങ്കിൽ ഹറാമിൽ മുഴുകിയ വ്യക്തിയായിരുന്നു ഇങ്ങനെയാണെന്ന് സംസാരിക്കുക എന്നൊരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മസ്ജിദിലേക്ക് നടന്നു പോകുന്ന ഫദ്ല് നമ്മൾ നേരത്തെ പറഞ്ഞു. മസ്ജിദിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിൻ്റെ ഫദ്ലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വലാത്തു റജുലി ഫീ ജമാഅത്തിൻ തസീദു അലാ സ്വലാത്തിഹി ഫീ ബൈത്തിഹി വസൂഖിഹി ബിദ്അൻ വഇശ്രീന ദറജ. ഏകദേശം 20 ചില്ലാൻ നമസ്കാരത്തെക്കാളും പദവിയാണ് ഒരാൾ ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ. ഒരാൾ വുദൂ എടുത്തു, ഫഅഹ്സന വുദൂ, നല്ല രൂപത്തിൽ, ثم أتى المسجد لا ينهزه إلا الصلاة, ഇങ്ങനെ മസ്ജിദിലേക്ക് വരികയാണ്, നമസ്കാരമല്ലാതെ വേറൊരു ഉദ്ദേശവും ഇല്ല. ഫലം യഖ്തു ഖുത്വതൻ ഇല്ലാ റഫഅ അല്ലാഹു ബിഹാ ദറജ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാൽപാദവും അവനോരോ പ്രതിഫലം ഉയർത്തുകയും അതുപോലെ തന്നെ അവൻ്റെ പാപം ഇല്ലാതാക്കുകയും ഹത്താ യദ്ഖുൽ മസ്ജിദ്, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. فإذا دخل المسجد كان في صلاة ما كانت الصلاة فيه هي تحبسه. അങ്ങനെ നമസ്കരിച്ച് കഴിഞ്ഞാൽ അവൻ മുസല്ലയിൽ എത്ര കാലത്തോളം ഇരിക്കുന്നോ ആ സമയമൊക്കെ മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ അവന് റഹ്മത്ത് ചെയ്യണേ, അല്ലാഹുവേ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ മുസല്ലയിൽ അതേപോലെ തന്നെ ഇരിക്കുകയാണ്. സമയം നമ്മുടെ മുസല്ലയിൽ ഇരിക്കുകയാണെങ്കിൽ മലക്കുകൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു. നമ്മളൊന്ന് ആലോചിച്ചിട്ട്, നമ്മൾ അത്രയും പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളെ പാപങ്ങൾ പുറത്തു നൽകാൻ എത്ര മാർഗങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തന്നത്. ഇത് മസ്ജിദിലേക്ക് വരികയാണ്, മസ്ജിദിലേക്ക് നടന്നു വരുമ്പോൾ അത്രയും പ്രതിഫലം, മസ്ജിദിന് ശേഷം ഇരുന്നാൽ പ്രതിഫലം, വുദൂ എടുത്താൽ നമ്മളെ പാപങ്ങളൊക്കെ പുറത്തു തരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമസ്കാരത്തിലേക്ക് എത്തുന്ന മാർഗങ്ങളൊക്കെ ഇത്ര ഫദ്ലാണെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ ഫദ്ല് എത്രയായിരിക്കും എന്നൊരു കാര്യം നമ്മൾ ചിന്തിക്കുക. അപ്പോഴും നമസ്കാരത്തിൻ്റെ ആളുകൾ ആകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത പ്രാർത്ഥന എന്താണ്? റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയത്തി. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിർവഹിക്കുന്ന കൂട്ടത്തിൽ പെടുത്തണമേ എന്നായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്. അല്ലാഹു അക്ബർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമ. നാളെ അല്ലാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ ഫൽയുഹാഫിദ് അലാ ഹൗലാഇ സ്വലവാത്ത് ഹൈസു യുനാദാ ബിഹിൻ. ആ 5 നമസ്കാരം എവിടെ വെച്ചാണ് വിളിക്കപ്പെടുന്നത് അവിടെ വെച്ച് തന്നെ അവർ നിർവഹിക്കട്ടെ. അതായത് മസ്ജിദിൽ വെച്ച് 5 വഖ്ത് നമസ്കാരം നിർവഹിക്കട്ടെ. പല ആളുകളും നമസ്കാരത്തിൻ്റെ വിഷയം ചോദിച്ചാൽ നമസ്കരിക്കാറുണ്ട്, എന്നാൽ ഫജ്ർ നമസ്കാരം എന്ന് പറയും. എന്നാൽ സുബഹി നമസ്കാരം മാത്രം കുറച്ച് ലേറ്റ് ആവും, സുബഹി നമസ്കാരം മാത്രം ജമാഅത്ത് കിട്ടൂല. ചില ആളുകൾ സുബഹി നമസ്കാരം നിർവഹിക്കാത്ത പോലും ആളുകൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. കാരണം നമസ്കാരം എന്നുള്ളത് ഒരാൾ ഉപേക്ഷിച്ചാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ, നമുക്കും അവർക്കുമിടയിൽ, അഹ്ലു കിതാബിനും ജൂത നസ്രാനികൾക്കും നമുക്കുമിടയിലുള്ള വ്യത്യാസം, കരാർ എന്താണ്? നമസ്കാരമാണ്. ഫമൻ തറക്കഹാ ഫഖദ് കഫർ. ആ നമസ്കാരം ആരുപേക്ഷിച്ചോ അവൻ കാഫറായി, മുസ്ലിമല്ല. മറന്നവൻ പറയാണ്, ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന് ഇസ്ലാമിൽ ഓഹരിയില്ല, പേര് മാത്രമേ ഇസ്ലാമിലുള്ളൂ. അവൻ ശ്രദ്ധിക്കണം, ഗൗരവത്തിൽ ആലോചിക്കണം. അവനെന്ത് ചെയ്യണം? ദീൻ ഇസ്ലാമിലേക്ക് മടങ്ങണം. 5 വഖ്ത് നമസ്കാരം, ഫജ്ർ നമസ്കാരം മിസ്സാന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? രാത്രി നേരത്തെ കിടന്നുറങ്ങണം, എന്നിട്ട് അലാറം വെക്കുക, അതിനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കാം. കുറച്ച് കഷ്ടപ്പെടണം. കാരണം എന്താണ്? ദീനിൻ്റെ അടിസ്ഥാനമാണ്. അല്ലാഹു സുബ്ഹാനഹു ഇസ്ലാം കാര്യത്തിലെ ഷഹാദത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഊന്നി പഠിപ്പിച്ചു തന്ന രണ്ടാമത്തെ കാര്യമാണ് ഇഖാമത്തുസ് സ്വലാ. നമസ്കാരം നിർവഹിക്കുക എന്നല്ല, ഇഖാമത്തുസ് സ്വലാ, മുറപ്രകാരം അതിൻ്റെ രൂപത്തിൽ നിർവഹിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുനനൽ ഹുദ. സന്മാർഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വഇന്നഹുന്ന മിൻ സുനനിൽ ഹുദ. ഈ നമസ്കാരം മസ്ജിദിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളത് സന്മാർഗത്തിൽപ്പെട്ടതാണ്. വലൗ അന്നക്കും, അദ്ദേഹം പറയുകയാണ്,
വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതി, ഈ വീട്ടിൽ നിന്ന് ചില ആളുകൾ നമസ്കരിക്കുന്നത് പോലെ നിങ്ങളും നമസ്കരിക്കുകയാണെങ്കിൽ ലതറക്തും സുന്നത നബിയിക്കും, നിങ്ങൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മാർഗം നിങ്ങൾ ഒഴിവാക്കുകയാണ്. വലൗ തറക്തും സുന്നത നബിയിക്കും ലദലൽതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ വഴികെട്ടു പോകും. ഫി റിവായത്തിൽ ഉഖ്റാ ലകഫർതും, നിങ്ങൾ കാഫിറായി പോകുമെന്നും ചില റിവായത്തിൽ കാണാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, നമ്മൾ സഹാബത്തിനിടയിൽ കണ്ടിട്ടുണ്ട് ജമാഅത്ത് നമസ്കാരത്തിൽ വരാതെ നിൽക്കുന്നത് മുനാഫിഖീങ്ങൾ മാത്രമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എല്ലാ 5 വഖ്ത് നമസ്കാരം മസ്ജിദിൽ വെച്ച് തന്നെ നിർവഹിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മസ്ജിദിൽ പോയി ദീൻ പഠിക്കുക എന്നതും വലിയൊരു ഫضലുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബത്തിനിടയിൽ വന്ന് ചോദിക്കുകയാണ്, അയ്യുക്കും യുഹിബ്ബു അയ്യഗ്ദു കുല്ല യൗമിൻ ഇലാ ബുത്ഹാൻ ഔ ഇലാ അഖീഖ് ഫയഅതി മിൻഹു ബിനാഖതൈൻ ഫി ഗൈരി ഇസ്മിൻ വലാ ഖതിഅതി റഹിം, ആർക്കാണ് ബുത്ഹ അല്ലെങ്കിൽ അഖീഖ്, അതായത് 2 വാദിയാണ്, താഴ്വരയാണ് ഇവിടെ മദീനത്തുള്ള. അപ്പോൾ അവിടെ പോയിട്ട് 2 ഒട്ടകത്തെ ലഭിക്കാൻ, ഒരു പ്രയാസമില്ലാതെ ലഭിക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത് എന്ന് സഹാബത്തിനോട് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു നുഹിബ്ബു ദാലിക്, അത് അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അത് ഞങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അഫലാ യഗ്ദു അഹദുകും ഇലൽ മസ്ജിദ് ഫയുഅല്ലിം ഔ യഖറ ആയതൻ മിൻ കിതാബില്ലാഹ് ഖൈറുൽ ലഹു മിൻ നഖതൈൻ. ഈ 2 ഒട്ടകം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു വാഹനമായിരുന്നു. ഇന്നത്തെ കാലത്ത് 2 വാഹനം ലഭിക്കുന്നത് പോലെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു വാഹനം, ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് പറയുകയാണെങ്കിൽ ബീച്ചിൻ്റെ ഭാഗത്ത് പോയിട്ട്, എടക്കാട് ബീച്ചിൻ്റെ ഭാഗത്ത് പോയിട്ട് ഒരാൾക്ക് ഒരു കാറ് കിട്ടും എന്ന് പറഞ്ഞാൽ ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുക? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് സഹാബത്തിനോട്, ആർക്കാണ് ഒരു ഒട്ടകം തന്നാൽ, വെറുതെ തന്നാൽ അത് വേണ്ട എന്ന് ആരാണ് പറയുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകരമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ മസ്ജിദിൽ വന്ന് 2 ആയത്ത് പഠിക്കുക, മസ്ജിദിൽ വന്ന് 2 ആയത്ത് പാരായണം ചെയ്യുക, അതാണ് ഈ ഒട്ടകത്തെക്കാളും ഏറ്റവും നല്ലത്. വസലാസുൻ ഖൈറുൻ മിൻ സലാസ്, മസ്ജിദിൽ വന്നുകൊണ്ട് 3 ആയത്ത് പഠിക്കലാണ് 3 ഒട്ടകത്തെക്കാളും. വഅർബഉൻ ഖൈറുൻ മിൻ അർബഅ, 4 ആയത്ത് പഠിക്കുക എന്നുള്ളതാണ് 4 ഒട്ടകം ലഭിക്കുന്നതിനേക്കാളും നല്ലത്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നത് നമുക്ക് പരലോകത്ത് അങ്ങേയറ്റം ഉപകാരമുണ്ടാകുന്നത്. ദുനിയാവ് എന്നുള്ളത് അള്ളാഹു തീരെ വില നൽകാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, ഈ ദുനിയാവിനുള്ളത് കൊതുകിൻ്റെ ചിറകിൻ്റെ വില മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അത്രയും ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ ഒരു ദുനിയാവിനെക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ ശ്രമിക്കുക. മസ്ജിദ് സജീവമായിട്ട് എപ്പോഴും മസ്ജിദ് ഉണ്ടാകുക, മസ്ജിദ് ദർസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഖുർആൻ ഓരോ ദിവസം ആയത്തെ തജ്വീദോടുകൂടി ഖുർആൻ ഓതി പഠിക്കാൻ ശ്രമിക്കുക, മസ്ജിദിൽ ഇമാമിനെ വിളിച്ചുകൊണ്ട്. ഇങ്ങനെ മസ്ജിദ് സജീവമാക്കിക്കൊണ്ട് എപ്പോഴും മസ്ജിദിൽ ഒന്ന് ഖുർആൻ പാരായണം ചെയ്യുക, ജമാഅത്ത് നമസ്കരിക്കുക, ഇതിനൊക്കെ നമ്മളെപ്പോഴും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅ്ലാ വഅലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജസാക്കല്ലാഹു ഖൈറൻ.